ഭാഗത്ത് റോഡിന്റെ ആ വശത്ത് കുഴിയെടുത്തിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ഈ കയർ കണ്ടിരിക്കുന്നത്. ചുറ്റിക്കെട്ടിയിരിക്കുന്ന നിലയിലുള്ള നീളത്തിലുള്ള കയറാണ്. 3-4 ഭാഗമായിട്ടുള്ള കയറിന്റെ ഭാഗങ്ങളാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഏതാണ്ട് ആ ഭാഗത്ത് തന്നെയാണ് തുടക്കം മുതൽ സംശയം ഉണ്ടായിരുന്നത്. ലോറി മറിഞ്ഞു വീഴാനുള്ള സാധ്യത അവിടെയായിരുന്നു എന്നുള്ളതായിരുന്നു. കാരണം ഈ മൺകൂനയ്ക്ക് സമീപത്ത് അതിന് പാരലായിട്ട് തന്നെ സമാന്തരമായിട്ട് തന്നെയാണ് ഈ ഭാഗം നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ കാണുന്ന കയറ് ഈ ലോറിയിൽ കൊണ്ടുപോയ തടി കെട്ടി കൊണ്ടുപോയ കയറാണോ എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു സംശയം തന്നെയാണ് നിലവിലുള്ളത്. അതിനൊപ്പം തന്നെ NDRF സംഘം കഴിഞ്ഞ 2 ദിവസമായി ആ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെ ആ സ്ഥലത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവിടെ ഇറങ്ങിച്ചെന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ കയറിന്റെ കഷ്ണങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാം. ആ കയറ് കാണാം. ഈ കയറ് എന്ത് കെട്ടിയ കയറാണ്? ഈ തടി കെട്ടിയ കയറാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ലോഹത്തിന്റെ അംശം, ലോഹഭാഗം കണ്ടെത്തിയെന്നുള്ള സൂചനകൾ നമുക്ക് സ്ഥിരീകരിക്കാതെ ഇപ്പോൾ ലഭിക്കുന്നു. അതിൽ ഒരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഏതായാലും അവിടെ ഒരു ശക്തമായ തിരച്ചിൽ തന്നെയാണ്. ഈ 61 അടി താഴ്ചയിൽ വരെ മണ്ണെടുക്കാൻ കഴിയുന്ന ബൂം എക്സ്കവേറ്റർ കൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ആ തിരച്ചിലാണ് ഇപ്പോൾ കയർ കണ്ടെത്തിയിരിക്കുന്നത്. അഭിലാഷ്, നേരത്തെ തിരച്ചിലിന്റെ ഘട്ടത്തിൽ ഈ ഭാഗത്തല്ലേ മണ്ണ് കൂടുതൽ കൊണ്ടിട്ടത്? മറ്റു ഭാഗങ്ങളിലെ മണ്ണ് കൊണ്ടിട്ട് ഇവിടെ ഒരു വലിയ കൂന ഉണ്ടാവുകയായിരുന്നു. അവിടെയല്ലേ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കയർ, ലോറിയിൽ കെട്ടുന്ന തരത്തിലുള്ള കയർ, ഒരു പക്ഷേ ഇത് അർജുനന്റെ ലോറിയിൽ കെട്ടിയിരിക്കുന്ന കയറാവാം എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അതിന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ ചാലുകൾ കീറിയുള്ള ഒരു പരിശോധനയായിരുന്നു എക്സ്കവേറ്റർ മുഖാന്തരം നടത്തിയെങ്കിൽ ഇപ്പോൾ മുഴുവൻ സ്ഥലത്തേക്കും, അതായത് ആ ഭാഗത്ത് ഏതാണ്ട് 2-3 മീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ മണ്ണ് മാന്തുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് അവിടെ എന്തോ ഒരു സംശയം തോന്നുന്ന തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. സ്വാഭാവികമായും ഏതാണ്ട് 2 മീറ്ററോളം ആഴത്തിൽ വെച്ച് കയർ കണ്ടെത്തുന്നു. ഇത് സാധാരണഗതിയിൽ ലോറിയിൽ കെട്ടുന്നതിന് സമാനമായ കയറാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ട്രക്കിൽ കെട്ടിയ കയറായിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ കയറിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഏതായാലും ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ്കവേറ്ററിനെ സഹായിക്കുന്നതിന് വേണ്ടി സമീപത്തുള്ള JCBകളും ഹിറ്റാച്ചികളും ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള മണ്ണുകൾ നിരന്തരം എല്ലാ JCBകളും ഉപയോഗിച്ച് മാറ്റുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ ആ മേഖലയിൽ